പലപ്പോഴും അമലുകളിൽ നമുക്ക് കുറവ് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഒരു തരം ആത്മവഞ്ചനയിൽ നമ്മെ പിശാചി അകപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. എന്താണ് ആത്മവഞ്ചന എന്നറിയാമോ? ഞാൻ ചെയ്തത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മെ ആരോ അറിയിച്ചതുപോലെയാണ് നമ്മുടെ പ്രവർത്തനം. ശരിക്കും ശ്രദ്ധിക്കുക. അമലുകളിൽ വർധനവുണ്ടാക്കുന്നത് ആര് മാത്രമാണ്? ഇതൊന്നും ശരിയായിട്ടില്ല എന്ന് തോന്നുമ്പോഴാണ്. അത് ശരിയായിട്ടില്ല, ഒന്നുകൂടി നമസ്കരിക്കണം, നാളെ കുറച്ചുകൂടി ദൈർഘ്യം കൂട്ടണം, നാളെ കുറച്ചുകൂടി സദഖ അധികം കൊടുക്കണം എന്നിങ്ങനെ തോന്നുന്നത് ആർക്കാണ്? ഞാൻ ഈ ചെയ്തതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന് പേടിയുള്ള ആളുകൾക്കാണ്. എന്നാൽ ഞാൻ അമല് ചെയ്ത് ഞാൻ നിസ്കരിച്ചു, അത് ഓക്കെയാണ്, എൻ്റെ ഇന്നത്തെ ലുഹർ ഓക്കെയാണ്, എൻ്റെ അസർ ഓക്കെയാണ്, എൻ്റെ നോമ്പ് ഓക്കെയാണ്, ഞാൻ സദഖയൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് ഓക്കെയാണ്, എല്ലാം സ്വീകരിക്കപ്പെട്ടു എന്ന് കരുതുമ്പോൾ അവർ അമലുകളിൽ കുറവ് വരുത്തും. എന്നാൽ നിങ്ങൾ അമ്പിയാക്കളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൽ അംബിയായിലെ 90-ാമത്തെ ആയത്തിൽ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, എല്ലാ പുണ്യങ്ങളിലും മത്സരിച്ച് മുന്നേറി അമ്പിയാക്കൾ, വയദഊനനാ റഗബൻ വറഹബ, പേടിയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും അവർ ദുആ ചെയ്തു, വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. അമ്പിയാക്കളുടെ അവസ്ഥയാണ് എപ്പോഴും പേടി. അതുകൊണ്ട് തന്നെ നന്മയിൽ മുന്നേറുക, അഥവാ മതിയായിട്ടില്ല എന്ന തോന്നലാണത്.